ഹായ്, ഇന്ന് നമുക്കൊരു തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, ഒരു 5 കുരുമുളക്, ഒരു നുള്ള ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ജീരകം, നുള്ള കടുക്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇടാം. തേങ്ങ ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇടണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടാം. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ബാക്കി എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കാം. ഇത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേങ്ങ തണുക്കട്ടെ. നമുക്ക് 3 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച തുവരപ്പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. കഷ്ണങ്ങളായിട്ട് 2 മീഡിയം ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു മുരിങ്ങക്കോല്, ഒരു മീഡിയം സവാള, ഒരു പച്ചക്കായ, 3 പയറ്, തക്കാളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിഴിയാനായിട്ട്. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കഷ്ണങ്ങൾ വെണ്ടയ്ക്കയും തക്കാളിയും മാറ്റി ബാക്കി എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. കഷ്ണങ്ങൾ അത്യാവശ്യം വേകുന്നത് വരെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്തു. ഇനി തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം. സാമ്പാർ പൊടി ചേർക്കാം. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. ഒരു 5 മിനിറ്റ് തിളച്ച് തക്കാളി വെണ്ടയ്ക്കയും ജസ്റ്റ് ഒന്ന് വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. തക്കാളി വെണ്ടയ്ക്കയും വെന്തതിന് ശേഷം അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം വാങ്ങി വയ്ക്കാം. കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇടാം. സ്റ്റവ് ഓഫ് ചെയ്ത് താളിക്കാം. നല്ല വറുത്തരച്ച സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.